ഖൽബ് കീഴടക്കി ഗവർണർ, ഹൽവ നുണർന്ന് ഗവർണർ, വലഞ്ഞ് പോലീസ്, നവകേരള ഗവർണർ സദസ്സ്, ഗവർണറുടെ മധുര പ്രതികാരം, ഒരു ഗവർണർ സെൽഫി, ഉല്ലാസഭരിതനായ ഗവർണർ മിഠായി തെരുവിലൂടെ, കേരളം അറിഞ്ഞു ഗവർണർ, പറഞ്ഞ് ഒടുവിലത്തതാണ് രസം. ഗവർണർ വേറെ ലെവൽ, മാതൃഭൂമി വേറെ ലെവലായി തരംതാഴ്ന്നു പോയ ഒരു മണിക്കൂർ ഇവിടെ കടന്നുപോയിരുന്നു. അല്ല, അത് ഒരു മണിക്കൂർ മാത്രം കാണുന്നതിന്റെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം വൈകുന്നേരത്തെ ഒരു മണിക്കൂർ സമരജ്വാലയായി പ്രതിഷേധാഗ്നിയായി SFI. അല്ല, ഒരു സെക്കൻഡ്, എന്നോടല്ലേ അദ്ദേഹം ചോദിച്ചത്, ഞാൻ അതിലൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സംസാരിക്കട്ടെ? അല്ല അതിലേക്ക് വരണ്ട. അല്ല, അതിനൊരു മറുപടി പറയണ്ടേ? സംസാരിക്കട്ടെ. അതെ, ഞാൻ പറയാം, കേൾക്ക്. പറയൂ. അല്ല, അപ്പോ ഇതിപ്പോ രാവിലത്തെ ഒരു മണിക്കൂറിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. വൈകുന്നേരത്തെ ഒരു മണിക്കൂറിൽ സമരജ്വാലയായി SFI, പ്രതിഷേധാഗ്നിയായി പിന്നെ യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറെ സംഗതികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മണിക്കൂർ സെലക്റ്റഡ് ആയി കാണുമ്പോഴാണ് ഈ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഷിറഹീം. അപ്പൊ മുഴുവനായിട്ട് കണ്ടാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ഇത് മാത്രമല്ല, നോക്കൂ, ഇതുപോലെ പണ്ട് ഈ KN ബാലഗോപാലിന്മേലുള്ള പ്രീതി ഗവർണർ പിൻവലിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ കൊടുത്തൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഖാൻ ആരാ രാജാവാണോ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ താങ്കളിപ്പോൾ പരാതി പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഈ രാജ്ഭവനിൽ നിന്നൊക്കെ വലിയ പരാതിയായി. അപ്പോൾ ഈ ക്യാപ്ഷൻ എഴുതി കാണിക്കുന്നത് കണ്ട് ഇപ്പോൾ എന്തോ വലിയ മാറ്റം സംഭവിച്ചു എന്നൊന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം. അല്ല, വിഷയത്തിലേക്ക് വരാം. അതിലെനിക്ക് ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. അത് ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ അപഗ്രഥിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് സമയത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ആളിൻ്റെ മനോനിലയാണ് അതിൽ പ്രതിഫലിച്ചത് എന്ന് മാധ്യമപ്രവർത്തനം ചെയ്തുള്ള എനിക്കറിയാം. അതായത് ഇതെല്ലാം കാണുമ്പോൾ ആ ശാഖയിലെ കസർത്ത് കാണുമ്പോൾ കോൾമയൂർ കൊള്ളുന്ന ഏതൊക്കെയോ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് തെറ്റൊന്നുമല്ല, അവർക്കങ്ങനെ കോൾമയൂർ കൊള്ളാൻ കൊള്ളട്ടെ. പക്ഷേ അതല്ല മാതൃഭൂമിയുടെ പോളിസിയായി വരുന്നത്. മാതൃഭൂമി മാനേജ്മെൻറ്റ് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തെന്നാൽ ഇതൊരു ഗൗരവ സ്വഭാവമുള്ള സമരം നടക്കുന്നു. ഇത് ഞാൻ പറയുന്ന വിഷയവുമായി കൂടി ബന്ധപ്പെട്ടാണ്. എന്താ പറയാ, ഈ പറയട്ടെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഗവർണർ ഗോൾഡ് പോസ്റ്റ് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഗവർണർ ഒരിടത്തേക്ക് പോകുന്നു. അപ്പോൾ ഗവർണർ വേറെ ലെവൽ. കേരളത്തിലെ മിഠായി തെരുവിൽ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ? കോഴിക്കോട് തെരുവിലെ ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചിരുന്നോ? ആരെങ്കിലും സമരം പ്രഖ്യാപിച്ചോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവിടെ അദ്ദേഹം പോകുന്നു. ഗവർണറെ കാണുമ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് ഒരു അതിശയോക്തിയോടുകൂടി സംഘപരിവാറിൻ്റെ സൈബർ ടീമിനെ പോലെ മാതൃഭൂമിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം തയ്യാറാക്കുന്നത് വളരെ ഡെസ്കിലെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ. ആ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പണിയെടുക്കരുത്. ഇനി അതിനു വേണ്ടിയിട്ട് ശമ്പളം എടുക്കുന്നു എങ്കിൽ അതിന് മാതൃഭൂമി അങ്ങനെ പണം കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. അത് അത്യന്തം പ്രതിഷേധാർഹമാണ്. മാതൃഭൂമിയായെടുത്ത നിലപാട് അങ്ങേയറ്റ വിമർശന വിധേയമാണ്. അത് മാതൃഭൂമിയുടെ അല്ല, ഇതിനൊരു മറുപടി ഉണ്ട് ഷിറഹീം. നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ടാണല്ലോ സർക്കാരും ഗവർണറും തമ്മിൽ ഈ നിലയ്ക്കുള്ള വലിയ പോരാട്ടത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു സോഷ്യൽ മീഡിയ ടീമില്ലേ? ഇപ്പൊ റഹീമൊക്കെ ചില ചർച്ചകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണല്ലോ. കഴിഞ്ഞ ഇപ്പോൾ എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടി, ഈ പരിപാടി സൂപ്പർ പ്രൈം ടൈം എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടിയാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും എടുക്കൂ, എന്നിട്ട് അതിലെടുത്തിട്ടുള്ള പൊസിഷൻസ്, അതിൽ മുകളിൽ എഴുതി കാണിക്കുന്ന ക്യാപ്ഷൻസ്, എന്താണ് ചർച്ചയുടെ ആംഗിൾ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് താങ്കളുടെ ഈ പറഞ്ഞ വാദത്തെ ഇന്ന് വേണ്ട അടുത്ത ദിവസങ്ങളിൽ സാധൂകരിച്ചാൽ മതി. നമുക്ക് ഈ കാര്യത്തിലൊക്കെ പിന്നെ ഉച്ചവരെ ഒരു എഡിറ്റോറിയൽ പോളിസി, ഉച്ചയ്ക്ക് ശേഷം വേറൊരു എഡിറ്റോറിയൽ പോളിസി എന്നൊന്നുമില്ല. ഇതൊക്കെ താങ്കൾ പറയുന്ന ഒരൊറ്റ സ്ഥാപനത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ആലങ്കാരികമായ ഒരു വാചകം എഴുതി കാണിച്ചാൽ ഉടനെ അതെന്തോ വലിയ എഡിറ്റോറിയൽ പോളിസിയിൽ ഏതാണ്ട് വലിയ സംഭവം സംഭവിച്ചു എന്നൊന്നും കാണണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഖാൻ ആരാ രാജാവാണോ എന്ന് എഴുതി കാണിച്ചതിന് രാജ്ഭവനിൽ നിന്ന് പരാതി വന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ ഖൽബ് കീഴടക്കി ഖാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരാതി പറഞ്ഞു. ഞാൻ അതിനെ അത്രയേ കാണുന്നുള്ളൂ. അതല്ലാതെ ഈ കാര്യത്തിൽ ക്വാളിറ്റേറ്റീവായ ഒരു അനാലിസിസ് ഞാൻ സ്വാഗതം ചെയ്യാണ്. റഹീമിന്റെ ടീമിലുള്ള ആളുകളെ നിയോഗിക്കാം. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി എഡിറ്റോറിയൽ പരിപാടികളിൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗവർണർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും ചാൻസലർ എന്നുള്ള നിലയിൽ എടുക്കുന്ന നിലപാടുകളും എങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചോളൂ. ഞാൻ അതിന് ഓപ്പണാണ്.